അപ്പോൾ ജനങ്ങൾക്ക് BJP കൂടെ കൂടില്ല എന്ന് ഉറപ്പുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലേതാ? അധികാരത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ. ഭയം കൊണ്ട് ഒരു പക്ഷേ ഗുജറാത്തിനെ കുറിച്ചൊരു വലിയൊരു കമന്റ് വന്നു. ഭയമാണ് ഗുജറാത്തിൽ വിജയിക്കുന്നത്. നാളുകൾ നീണ്ടുപോവുകയാണ്. പരിഹരിക്കപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. വിശ്വാസം മാത്രമേ ഉള്ളൂ. ജീവിത അവസാനം വരെ ഞാൻ ചോദിക്കുന്നല്ല, ഞാനും നമ്മൾ ഡിസ്കഷൻ തന്നെ പൂർത്തിയാക്കാൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക്. കോൺഗ്രസിനെ പിന്തുണ പിൻവലിച്ചിട്ട് CPM-ന് മറ്റൊരു മതനിരപേക്ഷ കക്ഷിയെ അധികാരത്തിലെത്തിക്കാൻ കഴിയുമോ? ഇല്ല. അവിടെ സംഭവിക്കുന്നത് എന്താ? BJP-ക്ക് വഴിയൊരുക്കി കൊടുത്തു. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. കേരളത്തിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ച് എത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ 19 ലോക്സഭാ സീറ്റുണ്ട് അല്ലേ? ഒരെണ്ണം മാത്രമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. തീർച്ചയായും അത് നിലനിർത്തി പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നിലനിർത്തി പോകാൻ അതിൻ്റെ ഒരു സാഹചര്യം ഒന്ന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യമാണ്, BJP അധികാരത്തിൽ താഴെ ഇറങ്ങണം. കേരളത്തിലെ BJP-ക്ക് കിട്ടുന്ന വോട്ട് വളരെ കുറച്ച് ശതമാനമാണ്. ആ ശതമാനം കഴിച്ച ബാക്കി എല്ലാവരും ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യമാണല്ലോ, BJP കിട്ടുന്ന 8-10% വോട്ട്. ആ കഴിഞ്ഞാൽ ബാക്കി 90% ആളുകളും ചിന്തിക്കുന്നത് എന്താ? BJP ഗവൺമെന്റ് അധികാരത്തിൽ വരരുത്. അപ്പൊ പിന്നെ ഓപ്ഷൻ എന്താ? CPM-ന് വോട്ട് ചെയ്തിട്ട് CPM കോൺഗ്രസിനെ പിന്തുണക്കണോ, അതോ കോൺഗ്രസിന് നേരിട്ട് വോട്ട് ചെയ്തൂടെ? ഞാൻ ചോദിക്കട്ടെ, ഹൈദരാലി വരരുത്, ഹൈദരാലി എനിക്ക് എന്തായാലും വരരുത്, ഇതാണ് എൻ്റെ. അപ്പോൾ നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന പുള്ളിക്ക് വോട്ട് ചെയ്തിട്ട് പുള്ളി ഹൈദരാലിയെ പിന്തുണക്കുകയാണോ, ഇത് ഹൈദരാലിക്ക് എനിക്ക് നേരിട്ട് വോട്ട് ചെയ്യണമെന്നല്ലേ? ചിന്ത കറക്റ്റാണ്. അപ്പോൾ കോൺഗ്രസിനെ വോട്ട് ചെയ്യൂ, UDF-നെ വോട്ട് ചെയ്യൂ, നേരിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്താൽ പോരെ. മാത്രമല്ല ചിന്തിക്കുന്നവൻ അതേ ചെയ്യൂ. കാരണം BJP-യുടെ ആകെയുള്ള ലക്ഷ്യം എന്താ? കോൺഗ്രസിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന കോൺഗ്രസ് അല്ലാതെ ഈ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന ബാക്കി എല്ലാവരും ഒരു ഘട്ടത്തിൽ BJP-യുമായി കൂട്ടുകൂടിയവരാ. CPM കൂടിയിട്ടില്ലേ 1977? അന്ന് BJP അല്ല, അന്ന് ജനസംഘമായിരുന്നു. ജനസംഘം അടങ്ങുന്ന ജനതാ പാർട്ടി ഇട്ട് CPM കൂടിയിട്ടുണ്ട്, ഒരുമിച്ച് മത്സരിച്ചതാ. പിന്നെ മമതാ ബാനർജി, ഈ DMK, ഈ പറയുന്ന നിതീഷ്, ബാക്കി എല്ലാ പഴയ സോഷ്യലിസ്റ്റുകാരൊക്കെ എല്ലാവരും കൂടെ കൂടിയവരാണ്. എല്ലാവർക്കും ആ രാത്രി പനി കൃത്യമായിട്ട് അറിയാവുന്നവരാണ് BJP-യുടെ. അപ്പോൾ ജനങ്ങൾക്ക് BJP-യുടെ കൂടെ കൂടില്ല എന്ന് ഉറപ്പുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലേതാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്നും അടർന്ന ആളുകൾ അത് പോവുമല്ലോ, പോകും. അത് അങ്ങോട്ട് പോവും, അത് ഇങ്ങോട്ട് പോവും, അതൊക്കെ സ്വാഭാവികമാണ്. അങ്ങോട്ടാണ് പോക്ക് കൂടുതൽ. അല്ല, അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കോൺഗ്രസിൽ നല്ല ഏത് പാർട്ടിയിലും അവിടെ നിൽക്കുന്ന കുറേ ആളുകൾ അധികാരത്തിന് വേണ്ടി നിലകൊള്ളുന്നവരുണ്ടാവും. സ്വാഭാവികമായിട്ടും അധികാരത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ. ഭയം കൊണ്ട് ഒരു പക്ഷേ ഗുജറാത്തിനെ കുറിച്ചൊരു വലിയൊരു കമന്റ് വന്നു. ഭയമാണ് ഗുജറാത്തിൽ വിജയിക്കുന്നത്. നരേന്ദ്രമോദിയോടും BJP-യോടും വലിയ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന, കൂട്ടമായി ബലാത്കാരത്തിന് വിധേയമായ, കുടുംബ ഹത്യക്ക് വിധേയമായ എത്രയോ ന്യൂനപക്ഷ കമ്മ്യൂണിറ്റി പോലും BJP-ക്ക് വോട്ട് ചെയ്യുക. എന്താ സംഭവം? BJP-ക്ക് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ വീണ്ടും ഒരു ഗുജറാത്ത് കലാപം ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തുക, ഭയം ചെയ്യിക്കുക പല സംസ്ഥാനങ്ങളിലും. മനസ്സിലായോ? അപ്പോൾ ഞാൻ വന്നത് ഇവിടെ ഈ സ്വാഭാവികമായിട്ടും പ്രലോഭിപ്പിക്കപ്പെടുന്നവരുണ്ടാവാം അധികാരത്തിന് വേണ്ടി, ഭീഷണിക്ക് വഴങ്ങുന്നവരുണ്ടാവാം, ഭയം ജയിക്കുന്നവരുണ്ടാവാം. ഈ വിഭാഗക്കാരൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും അധികാരത്തിനനുസരിച്ച്. പക്ഷേ ആ
ഇവിടെ യഥാർത്ഥത്തിൽ ബാക്കി നിൽക്കുന്ന ആരാണെങ്കിലും അവർ ഈ രാജ്യത്ത് കൃത്യമായ മതേതര ജനാധിപത്യ രാഷ്ട്രീയം മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു, BJP ഒരു ഇലക്ഷൻ, നരേന്ദ്രമോദി ഇലക്ഷൻ പൊതു തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ പ്രചരണ ജാഥകളിൽ വലിയ റാലികളിൽ നരേന്ദ്രമോദി പറയുന്ന രാഷ്ട്രീയമുണ്ടോ? രാഷ്ട്രീയം പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഏത് ഘട്ടം എടുത്തു നോക്കിയാലും ഒരു ആഗോള ഇൻഡെക്സ്, ഹാപ്പി ഇൻഡെക്സ് എടുത്തു നോക്കിയാൽ ലോകത്ത് 111 സ്ഥാനത്തായിരുന്നു 2014 ഇന്ത്യ. ഇപ്പോൾ 130 മാറി. ഇന്ത്യയുടെ ആഭ്യന്തര ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ 33 സ്ഥാനത്തായിരുന്നു, ഇപ്പോൾ അത് 50 മാറി. അതുപോലെ ഓരോ ഘട്ടം, ഓരോ പട്ടിണിയുടെ കാര്യത്തിൽ 63 സ്ഥാനത്തെങ്ങണ്ട് ഇപ്പോൾ 101 സ്ഥാനത്തേക്ക് മാറി ലോകത്ത് പട്ടിണി രാജ്യങ്ങളിൽ. ഏതു മേഖല എടുത്തു നോക്കിയാലും ഒരു പുരോഗതി എടുത്ത് കാണിക്കാനില്ല, അതിനെക്കുറിച്ച് സംസാരിക്കാനില്ല. അമ്പലവും പള്ളിയും പറയല്ലാതെ വേറെ എന്താ പറയുന്നത്? ഇതല്ലേ പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്, അവിടെയും ഇവിടെ പറയുമ്പോഴും അത് ഹിന്ദു കുടുംബത്തിൽ ജനിച്ച മതേതരവാദികളായ നേതാക്കന്മാർ തന്നെയാണ് നിന്നിട്ട് ഇത് ഈ പ്രചരണം തെറ്റാണ് എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നത്. ആ ആളുകൾ ഇപ്പോഴും നിലനിൽക്കല്ലേ, അവരാണല്ലോ പോരാടുന്നത്. ഈ പോരാട്ടം ശക്തമാകുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് വിശ്വസിക്കുന്നുണ്ട് താങ്കൾ? അല്ല, ഞാൻ പോരാട്ടത്തിൻ്റെ ശക്തി എന്ന് ചോദിക്കട്ടെ. മധ്യപ്രദേശും ഛത്തീസ്ഗഡും രാജസ്ഥാനും ആരാ? കോൺഗ്രസ് അല്ലേ പോരാടുന്നത്. അവിടെ കോൺഗ്രസിനെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇനി അതുമാത്രമല്ല, BJPയും കോൺഗ്രസും നേരിട്ട് മത്സരിക്കുന്ന 14 സ്റ്റേറ്റ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഇങ്ങനെ നോക്കിയാൽ ആസാം, ഇങ്ങനെ കർണാടക, ഇങ്ങനെ നോക്കിയ 14 സംസ്ഥാനങ്ങളിൽ ഈ BJPയുമായി മത്സരിക്കാൻ കോൺഗ്രസ്സേ ഉള്ളൂ. ഈ കോൺഗ്രസിന് മൃദു ഹിന്ദുത്വമാണെന്ന് പറയുന്ന ഒരു മനുഷ്യനും അവിടെ കോൺഗ്രസിനെ സഹായിക്കാനില്ല. ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലല്ലോ. വേണ്ട, മുസ്ലിങ്ങളെ വലിയ കാര്യം പറയുന്ന ഉവൈസി എടുക്കുന്ന നിലപാടെന്താ? കർണാടകത്തിൽ ഉവൈസി ചെയ്തത് എന്താ? കോൺഗ്രസും BJPയും നേരിട്ട് മത്സരിക്കുക. അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ വോട്ട് കോൺഗ്രസിന് കിട്ടുമെന്ന് ഉറപ്പായ സ്ഥലത്തിൽ ഉവൈസിയാണ് മത്സരിക്കും, ഉവൈസിൻ്റെ സ്ഥാനാർത്ഥി. അപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളെ വോട്ട് ഒരു 10,000 വോട്ട് ഉവൈസി പിടിക്കും. അങ്ങനെ BJP അങ്ങ് ജയിക്കും. തെലങ്കാനയിൽ ചെയ്തത് എന്താ? എന്നിട്ടും നമ്മൾ ഉവൈസിയുടെ എണ്ണം കുറച്ചു. നമ്മളവിടെ ഉവൈസിയെപ്പോലുള്ള മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ പേര് പറയുന്ന പാർട്ടികൾ, ഈ ഉവൈസിയെപ്പോലുള്ള വടക്കേ ഇന്ത്യയിലെ കക്ഷികളൊക്കെ, അവരൊക്കെ ഒരു ഘട്ടത്തിൽ മറ്റൊരു ഘട്ടത്തിൽ BJPയുടെ B ടീമായിട്ട് നിലനിൽക്കുക. അപ്പോഴും ഇതിനു വേണ്ടി പോരാടുന്ന കോൺഗ്രസ്സാണ്. തെലങ്കാനയിൽ നിങ്ങൾക്ക് ബോധ്യമാണത്. നിങ്ങൾ കർണാടക എടുത്തു നോക്കിയോ, ഉവൈസിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെ STPI പോയിട്ട് സ്ഥാനാർത്ഥിയെ നിർത്തി. STPI സ്ഥാനാർത്ഥിയെ നിർത്തി. എന്തിനാ? അവർക്ക് മുസ്ലിം വോട്ട് പിടിക്കുക. ആ മുസ്ലിം വോട്ട് STPI പിടിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തോൽക്കുകയാണ് അവിടെ. എന്നിട്ടും അവിടെ ജയിച്ചു കർണാടകയിൽ, എന്നിട്ടും തെലങ്കാനയിൽ ജയിച്ചു. ഈ 14 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ സഹായിക്കാൻ ആരുണ്ട് BJPയുമായി പോരടിക്കാൻ? എന്നിട്ടാണ് പറയുന്നത് ഇവിടെ, കോൺഗ്രസിനെ കൊണ്ട് BJP എതിർക്കാൻ കഴിയില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രചരിപ്പിക്കുന്നത്? കഴിഞ്ഞ ചരിത്രം അങ്ങനെയായതുകൊണ്ട്. എങ്ങനെ ചരിത്രം? ആളുകളായിട്ടുള്ള ചരിത്രം അതാണ്. ഒരു ചരിത്രവും ഇല്ല ഇതിനകത്ത്. 2ാം തവണ മോദി സർക്കാർ വരുന്നു, 2ാം തവണ മോദി സർക്കാർ വരുന്നു. അത് കോൺഗ്രസിന്റെ ഒരു പരാജയത്തിന്റെ കാരണമാണ്. അത് അല്ല എന്ന് പറഞ്ഞാൽ അല്ല BJP എഴുതി വെച്ച നല്ല പ്രവൃത്തി കൊണ്ടായിരിക്കണം എന്നില്ല. പ്രതിപക്ഷം എന്നൊരു രീതിയിലേക്ക് ശക്തരല്ലാതെ ആകുമ്പോഴാണ് ഭരണപക്ഷം വീണ്ടും വീണ്ടും അധികാരത്തിൽ വരുന്നത്. അത് കേരളത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ പറയുന്നല്ലോ കോവിഡിന് കിറ്റ് കൊടുത്താന്ന് പറയും, അങ്ങനെ പറയുന്നവരുമുണ്ട്. പ്രതിപക്ഷം ശക്തമാകാതെ വരുമ്പോഴാണ് ഭരണപക്ഷം വീണ്ടും ശക്തി പ്രാപിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതാണ് നമ്മൾ കണ്ടുവരുന്നത്. അല്ല അതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 10-60 കൊല്ലക്കാലം ഭരിച്ചൊരു പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസ്സിന് അതിൻ്റെതായ പരാധീനതകൾ ഉണ്ടായിട്ടുണ്ടാവും, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാവും. അതിൽ യാതൊരു സംശയവുമില്ല, ഇല്ലയെന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഞാനൊക്കെ വ്യക്തിപരമായി പല കാര്യങ്ങളിലും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിൽ പലപ്പോഴും പിളർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസ് അത് റെക്ടിഫൈ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ അതൊക്കെ വലിയൊരളവിൽ ഉപയോഗപ്പെടുത്താൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വലിയൊരു സംഭവം.
കഴിഞ്ഞ കാലത്ത് വലിയ. പക്ഷെ പിന്നീട് വന്ന എന്താ ഇപ്പം 2G സ്പെക്ട്രം കേസ് അവസാനം വന്നത് എന്താ? അത് അന്വേഷിച്ച് CAG റിപ്പോർട്ട് ചെയ്ത നമ്മളെന്താ വിനോദ്, എന്താണ് പുള്ളിയുടെ പേര്? വിനോദ്, കേരളത്തിലുണ്ടായിരുന്നു അദ്ദേഹം. വിനോദിന്റെ അപ്പുറത്തൊരു പേര് കൂടെ ഉണ്ട്. അദ്ദേഹം തന്നെ അവസാനം പറഞ്ഞു, അന്ന് വലിയൊരു അഴിമതി പറഞ്ഞിരുന്ന ലക്ഷക്കണക്കിന് ഇത്ര പൂജ്യമുള്ള അഴിമതി ഇതുവരെ കേട്ടിട്ടില്ല. കൽക്കരി കുംഭകോണം വലിയ പൂജ്യട്ട കേസായിരുന്നു. പിന്നീട് അതൊക്കെ കളവാണ് എന്നുള്ളത് വളരെ കൃത്യമായി ബോധ്യമായി. ഞാനതിലേക്ക് പോകുന്നില്ല. പക്ഷെ അതിനൊക്കെ ഉപയോഗപ്പെടുത്താൻ BJPക്ക് സാധിച്ചു. അണ്ണാ ഹസാരെ ഇപ്പൊ എവിടെ പോയി? അണ്ണാ ഹസാരയുടെ ഒരു വിവരമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസിനെ എതിർക്കാൻ, കോൺഗ്രസിനെ ഇല്ലാതെയാക്കാൻ, കോൺഗ്രസിന് ഒന്നും വേണ്ട. ഇപ്പം CPM തന്നെ കോൺഗ്രസിന് പിന്തുണ പിൻവലിച്ചു. എന്തിനായിരുന്നു പിന്തുണ? ആണവ കരാറിൽ ഒപ്പിട്ടു. ഇപ്പം എന്താ ആണവ കരാർ എന്തായി? കോൺഗ്രസിനെ പിന്തുണ പിൻവലിച്ചിട്ട് CPMന് മറ്റൊരു മതനിരപേക്ഷ കക്ഷിയെ അധികാരത്തിലെത്തിക്കാൻ കഴിയുമോ? ഇല്ല. അവിടെ സംഭവിക്കുന്നത് എന്താ? BJPക്ക് വഴിയൊരുക്കി കൊടുത്തു. അതല്ലേ സംഭവിക്കുന്നത്? അതല്ല, ഇത് കോൺഗ്രസിന് പിന്തുണ പിൻവലിച്ചാൽ മറ്റൊരു മതനിരപേക്ഷ കക്ഷിയെ, ഒരു മുന്നണിയെ അധികാരത്തിലേറ്റാണ് ഇതിലെ ബലമുണ്ടെങ്കിൽ സമ്മതിക്കാം. BJPക്കെതിരെ അതില്ലല്ലോ. എന്നിട്ട് ആണവ കരാറിനെ കുറിച്ച് വല്ല ചർച്ചയുണ്ടോ? BJPക്ക് വരാനുള്ള വഴിയൊരുക്കി കൊടുത്ത് നമുക്കറിയില്ലേ? അണ്ണാ ഹസാരെ പോലെ, ആണവ കരാറിനെ പോലെ, 2G സ്പെക്ട്രമിനെ പോലെ, കൽക്കരി കുംഭകോണം, ഈ സംഭവങ്ങളല്ലേ. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളത് പറഞ്ഞ് കുറെ അത് ഓപ്പൺ ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞ സത്യമാണ്. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞു തന്ന പ്രതിപക്ഷം ശക്തമല്ലാതാകുമ്പോഴാണ് ഇവരൊരു വളർച്ച എന്ന കാര്യത്തിൽ അതിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രതിപക്ഷത്തിന് കോൺഗ്രസിലുണ്ട്, കേന്ദ്രത്തിലുമുണ്ട്, കേരളത്തിലുമുണ്ട്. കേരളത്തിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഇല്ലാതെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഒരു ഇലക്ഷൻ നേരിടാൻ കഴിയുമോ? അല്ല, അതൊക്കെ ഇപ്പോൾ അങ്ങനെ കുറെ ഇലക്ഷൻ നേരിട്ടിട്ടുണ്ടല്ലോ പണ്ടൊക്കെ. അല്ല, എല്ലാ പാർട്ടികൾക്കും ഒറ്റയ്ക്ക് നേരിടാനും കൂട്ടമായിട്ട് നേരിടാനും ഒക്കെ കഴിയും. അത്തരം ചോദ്യങ്ങൾ കാരണം ഇതൊക്കെ കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടുണ്ട്, കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടുണ്ട്, കോൺഗ്രസ് മുസ്ലിം ലീഗ് ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട്, CPMഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗ് ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് ഇല്ലാതെ കഴിഞ്ഞ ചരിത്രം, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ലീഗ് ഇല്ലാതെ കോൺഗ്രസ് അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ലല്ലോ. മുസ്ലിം ലീഗ് ഇല്ലാതെ എന്തിനാ ഇപ്പൊ കോൺഗ്രസ് മത്സരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഇവിടെ ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ഹൈദരാലി പറഞ്ഞ്, ഞാനതിനെക്കുറിച്ച് പറഞ്ഞ്, ഇനി അത് ഒരു ഭയങ്കര സാങ്കല്പികമായ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് നമ്മളിവിടെ സമയങ്ങളുണ്ട വല്ല കാര്യമുണ്ട്? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഒന്ന് മുസ്ലിം ലീഗ് അസന്നിഗ്ധമായി പറഞ്ഞു, ഇത് ബാഫയ്ക്ക് തങ്ങൾ ഉണ്ടാക്കിയ മുന്നണിയാണ്, ഇത് വിടാൻ, ഇതിനാരെങ്കിലും വെള്ളം വാങ്ങി വെച്ച്, ഇതിനെ ആരെങ്കിലും അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം വാങ്ങി വെച്ചാൽ സാദിഖലി തങ്ങളാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊരു സാങ്കല്പിക ചോദ്യത്തിൽ ഒരു സാങ്കല്പിക ഉത്തരം കണ്ടെത്തേണ്ട കാര്യമില്ല എന്ന് എനിക്ക്. അല്ല, വിശ്വസിക്കുന്നുണ്ടോ തങ്ങൾ പറഞ്ഞതിൽ പൂർണ്ണമായിട്ടും മറ്റ് നേതാക്കന്മാർ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു? അല്ല, തങ്ങൾ പറഞ്ഞത്, തങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ? തീർച്ചയായിട്ടും. പിന്നെന്താ? പിന്നെ തങ്ങളെ പോലത്തെ ഒരാൾ മാറ്റി പറയാൻ പറ്റുന്ന ആളല്ലല്ലോ. അദ്ദേഹവും അത്ര കൃത്യമായ മുഖ്യമന്ത്രി എന്ന് ഓർമ്മപ്പെടുത്തി, അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിന്നിട്ടുണ്ടെന്ന്. അതൊക്കെ സാത്വികനായ ഒരു മനുഷ്യനല്ലേ അദ്ദേഹം. പാർട്ടിയുടെ നിലപാടല്ലേ പറയാം. അതിലൊന്നും മാറ്റം ഉണ്ടാവില്ല, യാതൊരു സംശയമില്ല. മുസ്ലിം ലീഗ് കോൺഗ്രസിനോടൊപ്പം UDF താങ്കൾ വിശ്വസിക്കുന്നു? 100% അല്ലെ? താങ്കൾക്കൊരു വെല്ലുവിളി ഉണ്ടോ മുസ്ലിം ലീഗ്? ഇല്ല, മുസ്ലിം ലീഗ് വലിയൊരു പാർട്ടിയല്ലേ. എന്നെ പോലെ ഒരു ചെറിയ മനുഷ്യനെ വെല്ലുവിളിക്കേണ്ട കാര്യം എനിക്ക് അത് വെല്ലുവിളി ആവുകയോ മുസ്ലിം ലീഗിന് ഞാൻ വെല്ലുവിളിയാകുകയോ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതൊന്നൊരു സംഭവം. അവിടെ സീറ്റ് തരുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. അത് UDF അല്ലേ. അങ്ങനത്തെ കോൺഗ്രസിന്റെ അത്തരം കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇടപെട്ട ചരിത്രമാണുള്ളത്? അങ്ങനെ എനിക്ക് തോന്നിയില്ല. ഇടപെട്ടിട്ടുണ്ടല്ലോ. പക്ഷെ എൻ്റെ കാര്യത്തിൽ എന്തായാലും മുസ്ലിം ലീഗ് ഇടപെടുമെന്ന് എനിക്ക് തോന്നില്ല. മുസ്ലിം ലീഗ് വളരെ കഴിഞ്ഞ കാലത്തൊക്കെ വലിയ പിന്തുണ തന്നിട്ടുണ്ട്. എൻ്റെ പിതാവാണെങ്കിലും പല കാര്യങ്ങളിലൊക്കെ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പല കാര്യങ്ങളും ഉണ്ടായപ്പോഴും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ പിന്തുണ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള എൻ്റെ പിതാവിന്. സ്വാഭാവികമായി ആ പിന്തുണ എനിക്കും തന്നിട്ടുണ്ട്. 2016 ഇപ്പോഴും വളരെ നല്ല ബന്ധത്തിലാണ് ഞാനും മുസ്ലിം ലീഗ് നേതാക്കന്മാരും മുസ്ലിം ലീഗ് പാർട്ടിയായിട്ടുള്ളത്.
അത് ബന്ധങ്ങളുണ്ടാകാം. ഈ മറ്റ് മതസംഘടന നിലപാടുകൾ എടുത്തു പറയുന്നത്, സമസ്ത ഉൾപ്പെടെയുള്ള നിലപാടുകൾ പല സമയത്തും നിലപാടുകൾ മാറ്റി സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്നുണ്ട്. അത്തരം നിലപാടുകൾ മാറ്റം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? പല കാര്യങ്ങളും യോജിക്കാതെ പോകുന്നത്. എങ്ങനെ നിലപാട്? ലീഗുമായിട്ടുള്ള ഇടപാടുകൾ, അത് കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ചോദിക്കുകയല്ല, താങ്കൾ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്. പല കാര്യങ്ങളും ഇപ്പം നമുക്കറിയാം, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. മതസംഘടനയ്ക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പങ്കെടുക്കുന്നവരുണ്ട്, പങ്കെടുക്കാത്തവരുണ്ട്. അത്തരമൊരു ഏകീകരണം ഇല്ലാതെ പോകുന്നത് എന്താണ്? അതിൽ നമ്മൾ കാണേണ്ടത് എന്തായാലും സമസ്ത എന്ന് പറയുന്നത് അതൊരു സമുദായത്തിനകത്തുള്ള ഒരു മതസംഘടനയാണ് സമസ്ത. മുസ്ലിം ലീഗ് ഒരു മതസംഘടനയല്ല, അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പം മതസംഘടന മതത്തെക്കുറിച്ചുള്ള നിലപാടെടുക്കാനും അവർക്ക് അതിൻ്റെ നയങ്ങൾ അവർ പ്രഖ്യാപിക്കാനും അതിൻ്റെ നിലപാടെടുക്കാനുമുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടിയാണ്. രാഷ്ട്രീയത്തിലുള്ള കാര്യങ്ങൾ നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യം മുസ്ലിം ലീഗിനുണ്ട്. ഇതൊരിക്കലും എല്ലാ കാര്യങ്ങളും അവർ യോജിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. മതസംഘടന രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു. അല്ല, അവർക്ക് അഭിപ്രായം ഉണ്ടാവുമല്ലോ. അവരെ ബാധിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ അവരെ അഭിപ്രായം പറയുമല്ലോ സ്വാഭാവികമായിട്ടും. അല്ലാത്ത കാര്യങ്ങളിലൊന്നും ഇപ്പോൾ അവരിടപെടുന്നില്ലല്ലോ. അവരിപ്പോൾ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് സംസ്ഥ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. രാഷ്ട്രീയത്തിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ അതല്ലേ, അല്ലെങ്കിൽ ഭരണകൂടത്തിൽ ഇടപെടുക എന്ന് പറയുന്നത് അതാണല്ലോ. നേരെ മറിച്ച് ആ സമുദായത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരത് പറയുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്നെ പാർട്ടിക്ക് വോട്ട് ചെയ്യേണ്ടതെന്ന് സംസ്ഥ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഈ കാലം വരെ പറഞ്ഞിട്ടില്ല. പരസ്യമല്ലെങ്കിൽ രഹസ്യമുണ്ടല്ലോ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. സമസ്തയിൽ എല്ലാ വിഭാഗം ആളുകളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന എല്ലാ വിഭാഗം, ഈവൻ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ് ഉണ്ട്, ലീഗ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. BJP അല്ലാത്ത എല്ലാ പാർട്ടിക്കാരും സമസ്തയിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അങ്ങനെ രാഷ്ട്രീയ നിലപാടൊന്നും സമസ്ത ഒരു സാമുദായിക മതസംഘടനയാണ്. സമസ്തക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അത് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന മതകാര്യങ്ങളിൽ ചില നിലപാടെടുക്കുമ്പോൾ അവർക്ക് യോജിപ്പുണ്ടാവാം. അതവർ പറയും. അതിനെന്താ പ്രശ്നമുള്ളത്? അവിടെ കോൺഗ്രസ് ഇടപെടാറുണ്ടല്ലോ ചില കാര്യങ്ങളിൽ. എങ്ങനെ? കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അവരുടെ അഭിപ്രായങ്ങൾ വരുമ്പോൾ ഇടപെടാറുണ്ട് അല്ലേ? അത് സമസ്ത എന്നല്ല, ഇവിടെ മർത്തോമയാവട്ടെ, കാത്തലിക് ആവട്ടെ, ഇവരൊക്കെ, അല്ലെങ്കിൽ NSS ആവട്ടെ, SNDP ആവട്ടെ, സമസ്ത ആവട്ടെ, ഇവരൊക്കെ സാമുദായികപരമായ പ്രശ്നങ്ങൾ, ഒരു രാഷ്ട്രീയ പാർട്ടി ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്ക് ചില കാര്യങ്ങളുണ്ടെങ്കിൽ, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അവർ നമ്മളോട് പറയും. അത് നമ്മൾ അവരെ പരിഹരിക്കും, അതവരായിട്ട് ഡിസ്കസ് ചെയ്യും. സ്വാഭാവികമായിട്ടും അത്തരം സാമുദായിക സംഘടനകളെ ഡിസ്കസ് ചെയ്യും. കാരണം പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും അത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം അവർ പ്രത്യേക വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകളായതുകൊണ്ട് അവരുടെ അവകാശങ്ങൾ നിലനിർത്തി പോകേണ്ട ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഭരണകൂടത്തിനുണ്ട്. അതുകൊണ്ട് ഇടപെടും, അത്ര മാത്രമേ ഉള്ളൂ. അതല്ലാതെ മതപരമായ കാര്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളോ രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങളിൽ മതസംഘടനകളോ അങ്ങനെ ഇടപെടാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കോൺഗ്രസിന്റെ ഒരു ബലഹീനത എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ താങ്കൾ? അങ്ങനെയല്ല, എല്ലാ പാർട്ടികൾക്കും അങ്ങനെ ഒരു കോമൺ ബലഹീനത വെച്ചു പുലർത്തി പോരേണ്ട ഒരു ആവശ്യം കോൺഗ്രസിനില്ലല്ലോ. ബലഹീനത ഉണ്ടെങ്കിൽ കോൺഗ്രസിനകത്ത് തന്നെ അത് സംസാരിക്കാനും എതിർത്ത് പറയാനും ആളുകളുണ്ട്. അത് കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്, കറക്റ്റീവ് ഫോഴ്സസും ഉണ്ട്. അത് ഒരു ബലഹീനത ഉണ്ടെങ്കിൽ അതിങ്ങനെ കാലാകാലം ബലഹീനത തുടരേണ്ട ആവശ്യമില്ലല്ലോ. സ്വാഭാവികമായിട്ടും അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക് എപ്പോഴായാലും. ഇപ്പോൾ കോൺഗ്രസിനെ കുറിച്ച് വലിയ എതിര് പറഞ്ഞിരുന്ന എന്താ, കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഇല്ല, കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് നേതൃകൂടുന്ന ഇവർ പറഞ്ഞ് ഞങ്ങൾ ആരും കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആവാൻ പോകുന്നില്ല, നിർബന്ധിച്ച ഖാർഗെയെ കൊണ്ടുവന്നത് അല്ലേ? അതെ. അപ്പോൾ അന്നൊക്കെ പറഞ്ഞിരുന്ന എതിർപ്പ് അതായിരുന്നു. ഇപ്പൊ ഖാർഗെയാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ്. ഖാർഗെയാണ് ഇന്ത്യയുടെ ചെയർമാനാക്കണമെന്ന് മമതാ ബാനർജി പറയുന്നത്. ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവണമെന്ന കോൺഗ്രസ് അല്ല പറയുന്നത്, മറ്റു പാർട്ടികൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കാം, മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഭൂരിപക്ഷം ഉണ്ടല്ലോ, സോണിയാഗാന്ധിക്ക് ആകാമായിരുന്നല്ലോ, ആയില്ലല്ലോ, മാറി നിന്നില്ലേ? വീണ്ടും മൻമോഹൻ സിംഗിനെ തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാക്കിയില്ലേ? രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ ഏതെങ്കിലും നല്ലൊരു വകുപ്പ് എടുക്കാമായിരുന്നില്ലേ? അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് കടന്നു വന്നില്ലല്ലോ, അധികാരത്തിലേക്ക് വന്നില്ലല്ലോ. ഈ കേരളത്തിലെ അവസ്ഥ എന്താവും? കേരളത്തിൽ രമേശ് ചെന്നിത്തലയൊക്കെ ദീർഘകാലമായ
ഗ്രൂപ്പ് ഇഷ്ടവുമായിട്ട് നടത്തുക. ചെന്നിത്തലയുടെ അവസ്ഥ ഇപ്പൊ എന്താണ്? അല്ല, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഇപ്പം അതിലൊന്നും ഒരു കുഴപ്പമില്ല. ചെന്നിത്തല വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. വലിയ ഉത്തരവാദിത്തങ്ങൾ ചെന്നിത്തലയ്ക്ക് കൊടുക്കുന്നു. മഹാരാഷ്ട്രയുടെ ചാർജ് കൊടുത്തിരിക്കുകയാണ്. കാരണം ഈ ഇലക്ഷൻ കാലത്ത് മഹാരാഷ്ട്ര ഒരു വലിയ വെല്ലുവിളിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബൽതാക്കറയുടെ പാർട്ടി, താക്കറയുടെ പാർട്ടിയിൽ നിന്ന് വലിയൊരു വിഭാഗം മാറിപ്പോയി. NCPയിൽ നിന്ന് വലിയൊരു വിഭാഗം മാറിപ്പോയി. കോൺഗ്രസിൻ്റെ MLA മാത്രമാണ് എവിടെയും പോകാതെ നിൽക്കുന്നത് അവിടെ മഹാരാഷ്ട്രയിൽ. ഇപ്പം കോൺഗ്രസ്സിനാണ് ഈ മുന്നണിയിൽ ഏറ്റവും കൂടുതൽ MLA നേരത്തെ താക്കറക്കായിരുന്നു. അഘാഡി എന്തഘാഡിയാണ് അഘാഡി സഖ്യം, മഹാ അഘാഡിയോ അങ്ങനെ എന്തോ. ഈ സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ MLA താക്കറക്ക്, പിന്നെ NCPക്ക്, പിന്നെ കോൺഗ്രസ്. NCPയുടെ MLA പോയി, താക്കറയുടെ MLA BJPയിലേക്ക് പോയി. കോൺഗ്രസിനാണ് ഇപ്പോൾ ഈ മുന്നണിയിൽ ഏറ്റവും കൂടുതൽ MLA അപ്പോൾ വലിയ ഉത്തരവാദിത്തമാണ്. കാരണം ഒന്ന് അവിടെ അസംബ്ലി ഇലക്ഷൻ വരുന്നു, പിന്നെ പാർലമെന്റ് ഇലക്ഷൻ. ഈ രണ്ടും കൈകാര്യം ചെയ്യണം. വലിയ ഉത്തരവാദിത്തം രമേശ് ചെന്നിത്തലയെ വളരെ വിശ്വസിച്ചേൽപ്പിച്ചിരുത്തിയിരിക്കല്ലേ. കേരളത്തിൽ നിന്ന് മാറ്റി നിർത്തിയതാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും അല്ല. അദ്ദേഹത്തിന് മാത്രം 48 പാർലമെന്റ് മെമ്പർമാരുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. വലിയ പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട. അദ്ദേഹത്തിന് കിട്ടേണ്ടതെല്ലാം കിട്ടിയെന്ന് വിശ്വസിക്കുന്നുണ്ട് ചെന്നിത്തലയ്ക്ക്? അല്ല, അങ്ങനെയൊന്നുമല്ല. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും. കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല, അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെയൊന്നും വിലയിരുത്തേണ്ട കാര്യമില്ല ഇതിനകത്ത്. അപ്പം രമേശ് ചെന്നിത്തല തന്നെ പറയില്ലല്ലോ അദ്ദേഹം കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല എന്നൊന്നും അദ്ദേഹം ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അതിപ്പം എല്ലാവർക്കും എന്താ പറയുക, കിട്ടിയതും ഒക്കെ എല്ലാവർക്കും ഈ പാർട്ടിയിൽ നിന്ന് തന്നെയല്ലേ കിട്ടിയത്, വേറെ എവിടുന്നും അല്ലല്ലോ. എന്തായാലും രമേശിയെ പോലത്തെ നേതാവിന് കേരളത്തെ നല്ല പ്രതീക്ഷ ഉള്ള നേതാവാണ്, ഒരു സംശയമില്ല. ദേശീയ തലത്തിലും വലിയ സ്വാധീനമുള്ള നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റിനെ കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മറ്റു പാർട്ടികളിൽ നിന്നും പല അഭിപ്രായം. അദ്ദേഹത്തിന്റെ ഒരു ധാർഷ്ട്യം, അദ്ദേഹത്തിന്റെ ഒരു വെല്ലുവിളി, അത്തരമൊരു കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് തന്നെ ആകണം, അങ്ങനെ ഒരാൾ വേണം ഈ പാർട്ടിയെ നയിക്കാൻ എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇതിനു മുമ്പ് KPCC പ്രസിഡന്റ്മാർ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. സുധീറിനെ പോലെ. സുധീറിനെ ഇപ്പം വലിയ രീതിയിൽ പാർട്ടിയായിട്ട് അകന്നു കഴിഞ്ഞു ഇല്ലേ? സുധീറിനെ പോലെ നല്ലൊരു KPCC പ്രസിഡന്റ് ആയിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. നല്ല ആളുകളെ ചേർത്ത് പിടിക്കാം. പക്ഷെ അദ്ദേഹം പറഞ്ഞാൽ നടപ്പിലാക്കണമെന്നൊരു വാശിയുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ പരസ്യമായിട്ട് തന്നെ രംഗത്ത് വന്നു. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. എന്നാൽ നിലവിലെ KPCC പ്രസിഡന്റ് ഇതൊന്നും വകവയ്ക്കാറില്ല. അദ്ദേഹത്തിന് പറയേണ്ടത് എവിടെയാണ് വെട്ടിത്തുറന്ന് പറയും. അത്തരം ഒരു KPCC പ്രസിഡന്റ് ആണോ ഈ പാർട്ടിക്ക് ഗുണം ചെയ്യുക? അല്ല, ഇതിൽ അതൊക്കെ ഒരു വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. വ്യക്തിപരമായ സ്വഭാവ കാര്യങ്ങളുണ്ട്, പല രൂപത്തിലുണ്ടാവും. ഞാൻ പറഞ്ഞു, എൻ്റെ ഫാദറിനെ കുറിച്ച് തന്നെ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ എൻ്റെ ഫാദർ പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്ന ആളാണ്. പക്ഷെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അങ്ങനെയല്ല, വളരെ വ്യത്യസ്ത. ഇപ്പോൾ വരുന്ന യുവാക്കളിൽ തന്നെ പലരും വെട്ടിത്തുറന്ന് പറയുന്നവരുണ്ട്, ഭൂരിപക്ഷം ആൾ വെട്ടിത്തുറന്ന് പറയാത്തവരുണ്ട്. പക്ഷെ ഇവരൊന്നും യുവാക്കളായിരുന്ന കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. AK ആന്റണി പരസ്യമായി അടിയന്തരാവസ്ഥ കാലത്തെ എതിർത്ത ആളാണ് AICC സമ്മേളനത്തിൽ. വയലാർ രവി, ഉമ്മൻചാണ്ടി, PC ചാക്കോ, ഈ പറയുന്നവരൊക്കെ, ഇപ്പം അത് കഴിഞ്ഞ് കാർത്തികേയൻ, രമേശ് ചെന്നിത്തല, ഇവരൊക്കെ തിരുത്തൽ വാദത്തിലൂടെ വലിയ പാർട്ടിക്കകത്ത് വിപ്ലവം ഉണ്ടാക്കിയ ആളുകളാണ്. അപ്പോൾ ഇവരൊക്കെ അവരുടെയൊക്കെ യൗവനകാലത്ത് കൃത്യമായി പാർട്ടിക്കകത്ത് തന്നെ വലിയ കാര്യങ്ങൾ നേതൃത്വത്തിന് എതിരെ വളരെ ശക്തമായി പ്രതികരിക്കാനും തിരുത്തിപ്പിക്കാനും കഴിഞ്ഞ ആളുകളാണ്. പാർട്ടിക്കകത്ത് സംസാരിച്ചുകൊണ്ട് തിരുത്തിപ്പിക്കാനും കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഓരോ പല വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള ആളുകളുണ്ടാവും. സുധാകരേട്ടൻ ഈ പാർട്ടിയെ നന്നായി നയിക്കുന്നുണ്ട്, കൂടുതൽ നയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വിശ്വാസം അങ്ങനെ തന്നെയാണ്. ഈ സുധീറിന്റെ നിലപാട് പാർട്ടിക്ക് ദൂഷ്യം ചെയ്തില്ലേ? എങ്ങനെ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങൾ സുധീറിന്റെ അല്ല, അത്തരം കാര്യങ്ങൾ ഞാൻ അത് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് KPCCയുടെ ഭാരവാഹി അല്ല, ഭാരവാഹി ഞാനിങ്ങനെ പൊതു ചർച്ചയ്ക്ക്, ഒരു ചാനൽ ചർച്ചയ്ക്ക് ഞാൻ വിധേയമാക്കുന്നത് ശരിയല്ലല്ലോ. അത് പാർട്ടി നേതൃത്വം തീരുമാനിച്ച് അവർ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഞാനിവിടെ ഒരു ചർച്ചയ്ക്ക് വ്യക്തിപരമായിട്ട് അത്തരമൊരു നിലപാടിൽ യോജിക്കാൻ കഴിയില്ലല്ലോ താങ്കൾക്ക്? ഇല്ല, അത് ഞാനിപ്പോൾ പറയുന്നില്ല. അതിനെക്കുറിച്ചൊരു കമൻറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് ഇല്ല. അത് പാർട്ടി നേതൃത്വം, വലിയ നേതാക്കന്മാരൊക്കെ പ്രതികരിക്കേണ്ട കാര്യങ്ങൾ. ഇത്തവണ താങ്കൾക്ക് സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട്? ഞാനിത് സീറ്റ് കിട്ടാൻ വേണ്ടിയല്ല, കിട്ടുമെന്നുള്ള പ്രതീക്ഷ അല്ല. ഞാൻ ചോദിക്കട്ടെ, എന്തോ ഒന്ന് കിട്ടാൻ വേണ്ടി ഒരിക്കലുമല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശമല്ല. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയിൽ എനിക്ക് കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്.
ഞാൻ ഈ പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റായി. ഏറ്റവും നല്ല പഞ്ചായത്തായി. ഞാൻ ഈ പാർട്ടി എനിക്ക് മുനിസിപ്പൽ ചെയർമാനായി. നല്ല മുനിസിപ്പൽ ചെയർമാനായിട്ട് കുറേ അവാർഡുകൾ എനിക്ക് കിട്ടി. അതേപോലെ എന്നെ സംസ്കാര സാഹിത്യ സംഘടന ഏൽപ്പിച്ചു. ഞാൻ കേരളത്തിലുടനീളം തെരുവോരങ്ങളിൽ ജനങ്ങളുമായി സംവേദിച്ച് നാടകാവിഷ്കാരങ്ങളിലൂടെയൊക്കെ സംവേദിച്ചു. പിന്നെ ഇപ്പോൾ എന്നെ കുറച്ചു കാലം DCC പ്രസിഡൻ്റാക്കി. അത് കഴിഞ്ഞ് പിന്നെ KPCC ജനറൽ സെക്രട്ടറി ആക്കി. ഇതൊക്കെ എനിക്ക് പാർട്ടി തന്നതാണ്. അതിൽ എനിക്ക് പ്രതീക്ഷയുടെ കാര്യമൊന്നുമില്ല. ഞാൻ അവിടെ നിന്ന് എന്നെ ജയിപ്പിക്കണം, അല്ലെങ്കിൽ ഞാൻ നിന്നാലേ ജയിക്കൂ എന്നൊക്കെ തോന്നുവാണെങ്കിൽ പാർട്ടി എനിക്ക് സീറ്റ് തരും. അപ്പോൾ മത്സരിക്കും, അത്രയേ ഉള്ളൂ. സീറ്റ് തന്നാൽ വേണ്ടാന്നൊന്നും പറയില്ല, പക്ഷേ നമ്മൾ സീറ്റ് വേണമെന്ന് നമ്മൾ പറയില്ല. അതിനു വേണ്ടിയല്ലല്ലോ രാഷ്ട്രീയം, സാമൂഹ്യ പ്രവർത്തനം, അതിനു വേണ്ടി അത് വിശ്വസിക്കുന്ന ഒരാളല്ല. കോൺഗ്രസിന്റെ ഉള്ളിൽ താങ്കൾക്ക് അതിന്റെ ഉള്ളിൽ നിന്നും പടയൊരുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉള്ളിലെ പാർട്ടിക്കുള്ളിൽ താങ്കൾക്കെതിരെ ശബ്ദങ്ങൾ ഉയർന്നിട്ടില്ലേ? അല്ല, അങ്ങനെയൊന്നും ഇല്ലാന്ന്, എനിക്കെതിരെ എന്നില്ല. അതൊക്കെ ഉണ്ടാവും. മലപ്പുറത്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം പിതാവിൻ്റെ കൂടെ നിന്ന കുറേ ആളുകളെ അംഗീകരിക്കാതെയും അവരെ ബോധപൂർവമായി പിന്നെ ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് പരിഹരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ പിതാവിന് എന്നും അവരൊരു താങ്ങായിരുന്നു. പിതാവിന്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും കൂടെ നിന്നവരെയാണ് മാറ്റി നിർത്തപ്പെട്ടത്. അത് താങ്കളുടെ ഒരു രാഷ്ട്രീയ ലൈഫിനെ ബാധിക്കുവാണ് ഇപ്പോഴും. അങ്ങനെയില്ല, അവരെ മാറ്റി നിർത്തുമ്പോൾ. അല്ല, അത് മാറ്റി നിർത്താൻ എൻ്റെ രാഷ്ട്രീയ ലൈഫിനെ ബാധിക്കല്ല, എൻ്റെ ഉത്തരവാദിത്വമാണത്. കാര്യം എന്താ വെച്ചാൽ അവരെ ചേർത്ത് പിടിക്കുമ്പോഴാണ് താങ്കൾക്ക് പ്രശ്നം ഉണ്ടാവുന്നത്. അവരെ ചേർത്ത് പിടിക്കൽ എൻ്റെ ഉത്തരവാദിത്വമാണ്. അവിടെയാണ് കോൺഗ്രസിൽ പ്രശ്നം ഉണ്ടാവുന്നത്, താങ്കൾക്കെതിരെ ശബ്ദങ്ങൾ ഉയരുന്നത്. അങ്ങനെ ഉയരേണ്ട കാര്യമില്ല. കാര്യം എന്താ വെച്ചാൽ, കാരണം അവർ കഴിവുള്ളവരാണെങ്കിൽ അവർക്ക് പാർട്ടി അതിൻ്റെ കൃത്യമായ ഇത് കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ അത് പരിഹരിക്കപ്പെടും എന്ന് തന്നെ ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നു. നാളുകൾ നീണ്ടുപോവുകയാണ്. പരിഹരിക്കപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുന്നു. വിശ്വാസം മാത്രമേ ഉള്ളൂ, നടക്കുന്നില്ല എന്നാണ് ഞാനൊക്കെ പുറത്തു നിന്ന് വീക്ഷിക്കുന്നത്. അല്ല, അത് അങ്ങനെ നടക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നല്ല കഴിവുള്ള കുറേ ആളുകളെ അവരെ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല. അപ്പോൾ അത് അവരെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. പലസ്തീൻ റാലി നടത്തിയതോടുകൂടി ആര്യാട് ഷൗക്കത്ത് കോൺഗ്രസിലുണ്ടാകില്ല, അദ്ദേഹം വേറെ ദിശയിലേക്ക് യാത്ര ചെയ്തു, മറ്റ് ആളുകളെയും കൂട്ടി എന്നൊരു ചർച്ചയൊക്കെ പൊതുവെ ഉണ്ടായിരുന്നു. എന്നിട്ടോ താങ്കൾ ജീവിതത്തിൽ കോൺഗ്രസ് വിട്ടു പോവോ? ഇല്ല, അങ്ങനെയല്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിൽ നല്ല അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. പലസ്തീനെ കുറിച്ച് എനിക്കങ്ങനെ ഒരു റാലി നടത്താൻ തന്നെ കഴിഞ്ഞതും അതുകൊണ്ടാണ്, ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട്. മനസ്സിലായോ? പിന്നെ അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പാർട്ടി വിട്ടുപോവുക, അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി പിറകെ പോവുക, അതിനുവേണ്ടി പലസ്തീനെ നമ്മൾ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമല്ലേ? ഞാൻ എൻ്റെ വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടി ഞാൻ പലസ്തീൻ ഉപയോഗിക്കുന്നത് പോലെയായില്ലേ? പലസ്തീൻ്റെ പേരിൽ ഞാൻ ഈ പാർട്ടി വിട്ടുപോയാൽ. അപ്പോൾ പിന്നെ അങ്ങനെയല്ല, പാർട്ടിയുടെ നിലപാടുകളും കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്ന് പാർട്ടിക്കകത്ത് പറയും. പാർട്ടി അതിന് ഞങ്ങൾക്ക് വേദികളുണ്ട്, KPCC ഉണ്ട്, KPCC എക്സിക്യൂട്ടീവ് ഉണ്ട്. ഞങ്ങൾ അവിടെ പാർട്ടിക്കകത്ത് പറയും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ. അത് പരിഹരിക്കപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. യാതൊരു സംശയ കാര്യത്തിലില്ല. സാങ്കല്പ്യമല്ല ഈ ചോദ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കൾ കോൺഗ്രസിൽ തന്നെ തുടർന്ന് ജീവിതകാലം മുഴുവൻ, താങ്കളുടെ മരണം വരെ കോൺഗ്രസിന് അടിയുറച്ച് നിൽക്കുമെന്ന് ആത്മാർത്ഥമായിട്ട് താങ്കൾക്ക് പറയാൻ കഴിയും? ആത്മാർത്ഥമായി എൻ്റെ വിശ്വാസം അത് തന്നെയാണ്. അങ്ങനെ നിൽക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നിൽക്കണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ? അതാണ് എൻ്റെ ആഗ്രഹം. നിൽക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അല്ല, എൻ്റെ വിശ്വാസം ഞാൻ ഉണ്ടോന്ന് ഞാനിപ്പോ ഇവിടെ നമ്മളത് മുഴുവനാക്കുന്നില്ല, അതറിയോ? അല്ല, ഞാൻ അതുള്ളൂ, നമ്മുടെ ജീവിത അവസാനം വരെ ഞാൻ ചോദിക്കുന്നല്ല, ഞാനും നമ്മൾ ഡിസ്കഷൻ തന്നെ പൂർത്തിയാക്കാൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക്. അല്ല, അവിടെ നമ്മുടെ ജീവിത അവസാനം വരെ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അതല്ല, ജീവിതാവസാനം വരെ ഒരു കോൺഗ്രസ്സുകാരനായി ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെന്താ വേണ്ടത്? മാറ്റങ്ങൾ പലതും സംഭവിക്കാം, പല ദിശയിലേക്ക് മാത്രമല്ല. അത് ഞാൻ ചോദിക്കുന്നില്ല. അതിപ്പോ ഞാൻ ഇവിടുന്ന് എണീച്ച് പോകുമോ എന്നുള്ളത് തന്നെ എനിക്കറിയാം. ഞാൻ 2 ദിവസം മുൻപ് എൻ്റെ നാട്ടിൽ എൻ്റെ ഒരു വളരെ സുഹൃത്ത് പ്രസംഗിക്കാൻ എണീച്ചതാ. പിന്നെ പുള്ളി നിലത്ത് വീണു. പിന്നെ ഒരു അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ. ഇതേവരെ അദ്ദേഹത്തിന് യാതൊരു വേദനയോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്താ പറയുക, കൊളസ്ട്രോൾ ഇല്ല, വേറെ ഇല്ല, ഷുഗർ ഇല്ല, BP ഇല്ല, ഒന്നുമില്ല. പ്രസംഗിക്കാൻ എണീച്ചതാ, പ്രസംഗിച്ചില്ല പുള്ളി.
അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ സ്ഥിതി. അപ്പോൾ മരിക്കുന്നത് വരെ കോൺഗ്രസ്സുകാരനായി തുടരണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എപ്പോഴാണ് നമ്മളെ മരണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. മരണവും പിന്നെ കാലത്തെ നമുക്ക് ഭാവിയെ കാലത്തെ നമുക്ക് ഇവിടെ വെച്ച് നിർവചിക്കാൻ കഴിയില്ല. ലോകത്ത് എന്തു മാറ്റങ്ങളുണ്ടാവും. അല്ല, അതാണ് ഇപ്പൊ പറഞ്ഞ എപ്പോഴാണ് മരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴാണ് രാഷ്ട്രീയം മാറുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. എൻ്റെ ആഗ്രഹം കോൺഗ്രസ്സുകാരനായിട്ട് മരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതാണ് നമ്മുടെ ഒരു ആഗ്രഹം അല്ലേ. അതങ്ങനെ തന്നെ ആകട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു. പക്ഷെ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ടാകും. ഇതെല്ലാം താങ്കൾ നേരത്തെ പറഞ്ഞു വെച്ചത് കറക്റ്റാണ്. ഇവിടെ മറ്റൊരു പ്രസക്തമായ ചോദ്യം, അത് അദ്ദേഹം ഒരു ഗവർണറുടെ പദവിക്ക് ചേർന്നതല്ലല്ലോ ചെയ്യുന്നത്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. എല്ലാം എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഒരു കേരളത്തിൽ എത്രയോ ഗവർണർമാരുണ്ടായിട്ടില്ലേ, അവരൊന്നും ഇങ്ങനെ. സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയ പ്രവർത്തകനെയും സുരേഷ് ഗോപി എന്ന സിനിമാ പ്രവർത്തകനിലുമുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്തിന്റെ ചില മാടമ്പിത്തരം ചർച്ച ചെയ്യപ്പെട്ടു. അതിലെന്താണ് താങ്കളുടെ? അതിനുവേണ്ടി നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇത്തരം സിനിമകൾക്ക് വലിയ മാത്രമല്ല, എന്ന് പറഞ്ഞാൽ ഗാന്ധി പറഞ്ഞൊരൊറ്റ കാര്യം വളരെ വളരെ കൃത്യമായിട്ടാണ്. കാരണം എൻ്റെ മതപരമായ വിശ്വാസത്തിൽ എൻ്റെ ഭരണം ഇടപെടാൻ പാടില്ല, ഭരണകാര്യങ്ങളിൽ എൻ്റെ മതവിശ്വാസം ഇടപെടാൻ പാടില്ല.